അതിനുശേഷം ഈ പിന്നൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിനുശേഷമാണോ പിന്നെ അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്? ഈ സംവിധാന സഹായി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോന്ന് ചോദിച്ചതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു കാര്യമില്ലായിരുന്നല്ലേ? അല്ല, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അല്ല, നമുക്ക് എല്ലാവരും പുതിയ അറിവായിരുന്നു, നമ്മൾ സിനിമകളൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, നമ്മൾ അത് എപ്പോഴും കാണുമ്പോഴത്തേക്ക് ഇപ്പം പലരും എടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു കഴിവ് എന്താണെന്നുള്ളത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. കാര്യം ഇതൊന്നും ഇല്ലാതെയല്ലേ അവർ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഈ വലിയ വലിയ ഡയറക്ടർമാരും ക്യാമറമാന്മാരും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ. അപ്പൊ ഒരു സാധനവും ജഡ്ജ്മെന്റ് വളരെ ഇതായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് വന്നപ്പോ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അഭിനയം തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ ഞാൻ അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത ഒരേ ഒരു സിനിമ ലാൽ സലാമാണ്. ലാൽ സലാമിൽ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരുന്നു ഞാൻ. ആ സിനിമയുടെ എഴുത്ത് തുടങ്ങുന്ന സമയം പട്ടത്ത് ഇദ്ദേഹത്തിന്റെ ചെറിയ കൽപ്പവാടി അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ വെച്ചാണ് എഴുത്തുണ്ടായിരുന്നത്. അപ്പം ഞാൻ എഴുതുമ്പോഴൊന്നും കൂടെ ചെന്നിരിക്കില്ല. കാര്യം എഴുതുന്ന കൂടെ ഇരിക്കുന്നത് കൊന്നിയൂർ ബാസേട്ടൻ നല്ല കൈപ്പടയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവിടെ പോയി എന്നുള്ള ഒഴിച്ചാൽ അതിന്റെ കൂടെ നിന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അതിന്റെ ഫുള്ള് കൂടെ നിന്ന് ചെന്നൈ പോയി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫുൾ കൂടെ നിന്ന് അതിന്റെ പ്രിവ്യൂവും കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. ഫുൾ ആ പടത്തിന്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അഭിനയം മാത്രം ഉള്ളപ്പോഴത്തേക്കും എന്താ പറയുന്നത് പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ ഞാൻ പോകും. പിന്നെ ഡബിങ്ങിനൊന്നും ഞാൻ നിൽക്കില്ല. കാര്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും സിനിമ കിട്ടും, അപ്പൊ അതിന്റെ പുറകെ പോകും. അപ്പൊ അങ്ങനെ അപ്പം ശരിക്കും അഭിനയം തന്നെയായിരുന്നു. സംവിധാന സഹായി എന്ന് പറയുന്നത് കുറെ ഒരു വലിയൊരു പാഠശാലയായിരുന്നു. അതാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്തായതുകൊണ്ട് പിന്നെ നമുക്ക് അത് പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്യാമറ നോക്കിയിട്ട് അതിന്റെ ലെൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് ലെൻസിൽ എഴുതി വെക്കുന്നവർ ഇപ്പൊ വലുതായിട്ട് എഴുതി വെക്കും നമുക്ക് ഏത് ലെൻസാണ്. ഇപ്പൊ ലെൻസ് എഴുതി വെച്ചാലും അത് എല്ലാവർക്കും അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നോ വിഡ്ത്ത് എത്രയാണെന്നോ എത്ര ഫ്രെയിമിൽ എത്ര വരുമെന്നോ അറിയണം നിർബന്ധമില്ല. പക്ഷെ പലർക്കും അറിയാം, സീനിയർ ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനും. പിന്നെ അങ്ങനെ അത് അറിയണമെന്ന് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റുകളും അത് മനസ്സിലാക്കുന്നതാണ്. അപ്പം ഇപ്പം നമ്മൾ ഇപ്പൊ ഇട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കണം, സാർ ഇട്ടിരിക്കുന്നത് 75 ആണോ അല്ലെന്നുണ്ടെങ്കിൽ 50 ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അടുത്ത് എന്നാൽ നമുക്ക് അറിയാം എന്ത് ലെൻസാണ്. അപ്പൊ പറയാണ് 50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രെയിമിൽ എത്ര ഉദ്ദേശം എത്ര വരും. അപ്പം ഇവിടെ നിൽക്കട്ടെ ചോദിക്കുമ്പോഴത്തേക്കും പലപ്പോഴും പല ക്യാമറമാന്മാരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ അറിയാം ഇത്ര വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ തൊഴിൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് നമുക്കറിയാം എത്ര ഉദ്ദേശം എത്ര വരുന്നറിയാം. അപ്പം 75 കുറെ കൂടെ ടൈറ്റ് ആവും. അപ്പം ചിലപ്പോൾ പറയും 18 ആണ് ഇട്ടിരിക്കുന്നത്, പേടിക്കണ്ടെന്ന്. 18 എന്ന് പറഞ്ഞാൽ ഫുൾ വൈഡ് ആണ്. ഇങ്ങനെ ഇവിടെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കാണാൻ സാധിക്കും. അതാണ് ഫുൾ വൈഡ് ആണ്. 10 ഒക്കെ ഉണ്ട്. 10 ഒക്കെ ഇട്ടാൽ ഫിഷ് ഐ ആണ്, വളഞ്ഞിരിക്കും. ചിലപ്പോൾ ചില ഇതിനകത്തൊക്കെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് മാത്രം ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈ മുഖമൊക്കെ ഇങ്ങനെ, അത് ഫിഷ് ഐ ലെൻസ് 10 ഒക്കെ ഇട്ടാൽ ഇങ്ങനെ ഭയങ്കര വൈഡായിരിക്കും. അത് വലിയ ഫ്രെയിമാണ് എടുക്കേണ്ടത്. പക്ഷെ അതിലേറ്റവും ഫ്രണ്ട് വന്ന് അങ്ങനെ ഇരിക്കും. അപ്പൊ ചില തമാശ സീക്വൻസിലൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ ശേഷം പിന്നെ തിരിച്ച് അഭിനയത്തിലേക്ക് വന്നത് ഏത് സിനിമയിലൂടെയാണ്? തിരിച്ച് അഭിനയിച്ചുകൊണ്ടേയിരിക്കല്ലേ. തിരിച്ച് അഭിനയത്തിൽ വരാൻ ഞാൻ അഭിനയം വിട്ട് പോയില്ലല്ലോ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. സംവിധാന സഹായിയായി അതിന്റെ കൂടെ അഭിനയമുണ്ട്. അതിന്റെ കൂടെ അഭിനയമുണ്ട്. അപ്പൊ അതിനകത്ത് പോകണ്ടെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബാസേട്ടൻ, പിന്നെ ഈ മുരളിച്ചേട്ടൻ, അസോസിയേറ്റ് ആയിരുന്ന മുരളിച്ചേട്ടൻ, പിന്നെ സുധീഷ് ഏട്ടൻ, എല്ലാവരും ഇല്ല. ചിലർ ഈ ബാസേട്ടനൊക്കെ ചുമ്മാ എപ്പോഴും തമാശയാക്കും. അവന്റെ സീനാട്ടോ അടുത്തത്, അവന് ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കിട്ടൂല, അവൻ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു, അവനെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ സാറെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആശയിക്കുന്നു. അത് പിന്നെ ഞാൻ അപ്പൊ രണ്ടിലേതെങ്കിലും ഒന്ന് മതി എന്നങ്ങ് തീരുമാനിച്ചു. അപ്പൊ ഇത് തന്നെ നമ്മള് ഇതാണല്ലോ തുടങ്ങിയത്. പിന്നെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞ പിന്നെ ഞാൻ വേണുചേട്ടൻ്റെ കൂടെ ഏതായിരുന്നു ലാസ്റ്റ് ചെയ്ത കളിപ്പാട്ടോ അതില്ല. പിന്നെ ഞാൻ രാജീവ് നാഥ് അദ്ദേഹത്തിന്റെ കൂടെ ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു 2-3 പേരുടെ കൂടെ പി ശ്രീകുമാരേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തില്ല. ഈ 4 പെണ്ണുങ്ങളിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? 4 പെണ്ണുങ്ങള് നമ്മുടെ അടൂർ സാറിനെ യാദൃശ്ചികമായിട്ട് വഴി വെച്ച് കണ്ട് ഞാൻ അങ്ങോട്ട് നിന്ന് പരിചയപ്പെട്ട് കയറിയതാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു? അല്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ല. ഞാൻ പറഞ്ഞു സാർ, ഞാൻ സാറിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മാനവീയ റോഡിൽ വെച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ചു.
എന്തെങ്കിലും സഹായം വേണോ സാർ, ഞാൻ ഒരു സിനിമ നടനാണ്, ഞാൻ അതുവഴി പോയപ്പോൾ കണ്ടു അങ്ങനെ. അപ്പൊ സാറ് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ നേരം സാറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് എന്നെ ഈ അലിയാരി സാറും പിന്നെ രവി വെള്ളത്തോൾ രണ്ടുപേരും വിളിച്ചു. അലിയാരി സാറാണ് ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇനി ഒരു കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ, അടൂർ സാറിനെ ഒന്ന് ഫോൺ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ സാറിനകത്ത് ഞാൻ പേര് പറഞ്ഞു, സാറ് പേര് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ വിളിച്ചു. അപ്പൊ സാർ ഈ 4 പെണ്ണുങ്ങളുടെ 2 കഥ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 2 കഥയുടെ ഒരു കഥയുടെ കുറച്ച് ഷൂട്ട് ചെയ്തു. ഈ കഥ ഫുൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ നിത്യകന്യക എന്ന് പറഞ്ഞ, അപ്പൊ അത് ഗീതു മോഹൻദാസ് അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഈ ഗീതുവിന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കാനുള്ള നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം സാറിന്റെ മനസ്സിൽ ആലോചിച്ചിട്ട് സാറിന് വിചാരിച്ച ഒരാളെ കിട്ടിയില്ല. ആ നിമിത്തമായിരുന്നു ആക്സിഡന്റ്. അപ്പം സാറ് എന്നിട്ട് അങ്ങനെ സാറിന് തോന്നി ഇയാൾ കറക്റ്റാണെന്ന് തോന്നിയിട്ട്. അപ്പൊ ഭാഗ്യം എന്ന് പറയുന്നത് സാറ് എന്റെ പഴയ പടങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കണ്ടിട്ട് ഒരിക്കലും വിളിക്കില്ല. കാര്യം വേറും കോമാളി വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു ചിന്തയെ വരുള്ളൂ. അപ്പൊ അതിനകത്ത് വളരെ സീരിയസ് കഥാപാത്രമാണ്. ഒന്നുമില്ല, ആഹാരം കഴിക്കുക, ജോലി, കടയിൽ പോയി മറ്റേ കാശുണ്ടാക്കുക, ഇല്ലാതെ വേറെ ഒരു ചിന്തയില്ലാത്ത ഒരു കഥാപാത്രം. അപ്പൊ അങ്ങനെ അത് ആ വേഷം അങ്ങനെയാണ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ശരിക്കും അത് കഴിഞ്ഞപ്പോഴാണ് പല ആൾക്കാരും ഞാൻ സീരിയസ് ആയിട്ട് രഞ്ജിയേട്ടൻ ഉൾപ്പെടെ, അതിവിടെ നമ്മളെ IFFK സിനിമ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക്. അടൂർ സാറിന് ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെയൊക്കെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി. അപ്പൊ അന്ന് ആണ് ഇവരെല്ലാം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സീരിയസ് ആയിട്ട് അഭിനയിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് തരാത്തോണ്ടല്ലേ, ആരെങ്കിലും എല്ലാവരും കോമാളി വേഷം തരും, തമാശ. പലയിടത്തും ഞാൻ വേഷം ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് പറ്റിയൊന്നുമില്ല, പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഈ കോമാളി വേഷമാണ്, തമാശ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. അത് തിലകൻ സാർ ഒരിക്കൽ പറയുകയും ചെയ്തു, വിഷ്ണു എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നീ ഈ കോമാളിത്തനവും ഇതും എന്ന് നിർത്തിയിട്ട് നീ സീരിയസ് കഥാപാത്രം ചെയ്യണം, അന്ന് നീ രക്ഷപ്പെടും എന്ന് അന്ന് തിലകൻ സാർ പറഞ്ഞാണ്. അത് ഞാൻ സ്പിരിറ്റിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, സാറ് മറന്നുപോയി. അപ്പൊ സാർ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു സാർ. സ്പിരിറ്റിലെ ആ റോള് ചെയ്യുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നോ? അല്ല, അത് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോ പറഞ്ഞിരുന്നത് പിന്നെ ഈ അതിനിടെ കൂടെ ഈ എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റില് ഒരു ബോംബും കൂടെ തന്നു കയ്യിൽ. അതാണ്, അതായത് ഇങ്ങനെ പറഞ്ഞത് ആ വേഷം ചെയ്താൽ നീ വൃത്തിയായിട്ട് ചെയ്താൽ നിന്റെ ജീവിതം രക്ഷപ്പെടും, മോശമായിട്ട് ചെയ്താൽ അതുകൂടെ നീ തീരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ടെൻഷനായി. അപ്പൊ ഭയങ്കര ടെൻഷൻ, ദൈവമേ ഇത് മോശമായി പോവും. അപ്പൊ മദ്യപാനിയുടെ കഥാപാത്രമാണ്. അപ്പൊ അത് മദ്യപാനി നമ്മൾ ദിവസവും കാണുന്നതാണ്, നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പരിചയമുണ്ട്. അപ്പം അതിനകത്ത് ആ സ്ക്രിപ്റ്റിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ 95% അദ്ദേഹം പറഞ്ഞു തന്നത് ഞാനത് രഞ്ജിയേട്ടൻ പറഞ്ഞു തന്നത് ഞാൻ ചെയ്തു എന്നുള്ളതാണ്. അത് കാരണം അതിനകത്ത് പറയാന്നുണ്ടെങ്കിൽ ഈ കണ്ണിന്റെ ആട്ടം പോലും, കണ്ണിങ്ങനെ നോക്കിയാൽ പോലും അങ്ങനെ കട്ട് ചെയ്ത് വേണ്ട നോക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ആ ക്ലോസറ്റിലോട്ട് നോക്കണ സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒന്നാവും. അപ്പൊ കട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു എക്സ്പ്രഷനും വേണ്ട, വെറുതെ നോക്കിയാൽ മതി. വെറുതെ നോക്കുമ്പോൾ ഉള്ള അത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് മനസ്സിലായി. കാര്യം വെറുതെ നോക്കുമ്പം ജനത്തിന് 2 മൈൻഡ് ആവും. ഇങ്ങനെ ആക്കിയാൽ ഇവ എടുക്കും എന്നുള്ള ചിന്തയാവും, വെറുതെ നോക്കിയാൽ അല്ല ഇങ്ങനെ ആക്കിയാൽ എടുക്കൂല എന്നാവും. അപ്പൊ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇവ എടുക്കുവോ ഇവ എടുക്കൂലേ, ഇവ എന്തിനാണ് ഈ നോക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതാണ് ഉദ്ദേശം. തിയേറ്ററിൽ വന്നപ്പോഴാണ് അതൊക്കെയാണ് ഡയറക്ടറുടെ കഴിവെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു തന്നത് തന്നെ ഞാൻ അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്വന്തമായി ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്കൂട്ടറിൽ ഇരിക്കണം, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നു, അത് ഞാൻ സ്വന്തമായിട്ട് കൈ നിട്ടത്. കാര്യം അങ്ങനത്തെ 1-2 ആൾക്കാർ എന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ചിലര് പറയും നീ എന്തിനീ സ്കൂട്ടറിൽ ചെരിഞ്ഞിരിക്കണം, അടി കൊടുക്കാറുണ്ട് പിടിച്ചു നിർത്തിയത്. ഞാൻ ചെന്നിന് അടി കൊടുക്കണേ, അത് അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇറിറ്റേഷൻ ഒന്ന്. അപ്പം അങ്ങനെയെങ്കിലും ഈ കഥാപാത്രത്തിനോട് ഇറിറ്റേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചെരിഞ്ഞിരുന്നോണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫുൾ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ 1-2 കാര്യങ്ങളും മാത്രമേ അഭിനയിച്ചപ്പോ ഇതൊരു വലിയ ഈ മണി ഒരു ഈ കഥ ഈ സിനിമയിൽ ഇത് എത്രമാത്രം ഈ ബന്ധപ്പെട്ട് കിടക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. കാര്യം ഈ ക്ലൈമാക്സിലാണ് വരണത്. മണിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണെന്നുള്ളതൊന്നും ഈ സത്യത്തിൽ അറിയില്ലായിരുന്നു എനിക്ക്. കാര്യം അത് പറഞ്ഞിരുന്നു, പക്ഷെ അത് ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് രഞ്ജിയേട്ടൻ അതാണ് അങ്ങനെ ഫുള്ളായിട്ടൊന്നും പറയില്ല. അതൊക്കെ അദ്ദേഹത്തിനും ലാലേട്ടനും മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇത് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഇത് വന്നിട്ട് ഇതാണെന്നുള്ളതും ഞാൻ തിയേറ്ററിൽ ഒന്ന് കാണുമ്പോഴാണ്, ഫസ്റ്റ് ഡേ പോയി കാണാൻ, അപ്പൊ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണെന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, ഇമ്പോർട്ടന്റ് ആണെന്നുള്ള അറിയാം, പക്ഷെ ഇത്രയും അതൊരു ഇതായിട്ട് കിടക്കുക. പിന്നെ ഭാഗ്യവശാൽ ആ സിനിമ നന്നായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും അതിലെ പാട്ടും കാര്യങ്ങളും എല്ലാം നന്നായിരുന്നു. അങ്ങനെ അത് ഒരു
പിന്നെ അതിനുശേഷം ഒരു സീരിയസ് റോള് പിന്നെ ഏതെങ്കിലും കുറെ ചെയ്തല്ലോ, ഒരുപാട്. അതിനെക്കാളും സീരിയസ് വേഷം ചെയ്ത് ഞാൻ, അതിനേക്കാളും സീരിയസ് വേഷം. ഞാൻ കുഞ്ചാക്കോ ബോബന്റെ ഒരു സിനിമയുണ്ട്, വിശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര സീരിയസ് വേഷമാണ് ചെയ്തത്. അപ്പൊ ശരിക്കും അതും ഇതുപോലെ തന്നെ ഒരു ഉഗ്ര ക്യാരക്ടർ. ആ സിനിമ അത്ര വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പലരും അറിഞ്ഞില്ല. അതിനകത്ത് ഉഗ്ര വേഷമായിരുന്നു അതിനകത്ത്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന മൂവി, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കുറച്ച് സീരിയസ് ആണ്. ഇപ്പൊ ഇറങ്ങാനുള്ളത് ഇനി ഷാജി കൈലാസിന്റെ തന്നെ സിനിമ റിലീസ് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ ടൊവിനോയുടെ ഒരു സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമ ഇറങ്ങാറുണ്ട്. അനൂപ് മേനോന്റെ ഒരു സിനിമ ഇറങ്ങാറുണ്ട്. 3-4 തിരക്കിലാണ്. വലിയ തിരക്കൊന്നുമില്ല. വർക്ക് വരുമ്പോ ചിലപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ തുടങ്ങേണ്ട ഒരു സിനിമ പെട്ടെന്ന് അത് ലാസ്റ്റ് മിനിറ്റിൽ അവർ ഒരു മാസം കൂടെ തള്ളി. പിന്നെ വേറൊരു സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ അതിന്റെ ഡയറക്ടർക്ക് എന്തോ അസുഖം വന്നിട്ട് അത് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. പിന്നെ വേറൊരു സിനിമ കാശി സംസാരിച്ചപ്പോൾ തന്നെ അവർ അതുവഴിയെ പോയി. അപ്പൊ അങ്ങനെയൊക്കെ ചില ഇത് വന്നു. അപ്പൊ എനിക്ക് കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാ പിന്നെ ആ സമയത്ത് അതിന് ട്രീറ്റ്മെന്റിന് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയിലേ നടക്കുള്ളൂ. ഞാൻ ഇത്രയും നാൾ വച്ചോണ്ടിരുന്നപ്പോൾ തന്നെ അത് കുറെ വല്ലാതായി പോയി. കാറിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഞരമ്പ് എന്തോന്നോ വലിഞ്ഞു ഇതായി. അപ്പൊ അന്ന് വേദന എടുത്തു. പക്ഷെ പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ വേദന ഉണ്ടായി. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോഴാണ് അതൊരു 6 മാസം കൊണ്ട് നടന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ 10-20 ദിവസമായിട്ട് വെച്ച് കറണ്ട് അടിച്ചോണ്ടിരിക്കുന്നത്. അത് കറണ്ട് അടിപ്പിക്കാനാണ് ഷോക്ക്. തലയ്ക്ക് അടിക്കട്ടെ എന്ന് പറയും കേട്ടോണ്ടിരിക്കുന്നത്. ഇവന്റെയൊക്കെ തലയ്ക്കാണ് ഷോക്ക് അടിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഷോക്കൊക്കെ അടുപ്പിച്ചിട്ട് തീർന്നില്ല. ഇനി 2-3 ദിവസം കൂടെ പോണം. ഈ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? സാധാരണ ഓണം കുടുംബമായിട്ടൊക്കെ ആഘോഷിക്കുകയാണ്. കുടുംബമായിട്ട് ഞാൻ മിക്ക ഓണത്തിനും ഇപ്പൊ കാണാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും സിനിമകളുടെ തിരക്കിൽ ഓണം നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളൊക്കെ ഉണ്ടോ? അല്ല, പണ്ടൊക്കെ അങ്ങനെ സംഭവിക്കണം. ഇപ്പൊ പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ഒരു രക്ഷയില്ല. ഓണ സമയത്ത് എനിക്ക് ഇറങ്ങാക്കൂല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവരെ കൂടെ അങ്ങോട്ട് വിളിക്കും, ലൊക്കേഷനിൽ കൊണ്ടുപോകും. അതല്ലാതെ ഇപ്പൊ ഒരു ഓണം നഷ്ടപ്പെട്ടത് ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് 100% പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് സത്യനന്ദിക്കാട് സാറിന്റെ പടത്തിന് വിളിച്ചു. ഒറ്റ ദിവസം വർക്കേ ഉള്ളൂ, ദുൽഖർ സൽമാന്റെ പടം. അത് ഓണത്തിന്റെ ഒന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പടത്തിൽ അതിന് മുമ്പ് അഭിനയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഓണമൊക്കെ വിട്ടു, അപ്പൊ തന്നെ പോയി. അങ്ങനെ ഓണം മിസ്. പക്ഷെ അവിടെ ഓണസദ്യയും കാര്യങ്ങളുണ്ട്. ഫാമിലി ഇല്ലായിരുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ജോലിയാണ് പ്രധാനം. അതിനിടയിൽ നമ്മളിപ്പോ ഫ്രീ ആണെങ്കിൽ ആഘോഷിക്കുക. ഇപ്പൊ ഫ്രീ അല്ല, ഷൂട്ടിംഗ് ആണെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുക. നമുക്ക് അല്ലാതെ ഞാൻ ഇന്ന് വരൂല, എനിക്ക് ഓണം ആഘോഷിച്ചിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ചിലർക്ക് പറ്റിയതല്ല ആവും. അതുവഴി ഓണം ആഘോഷിച്ച് അങ്ങ് പൊയ്ക്കോളാൻ പറയും. നമുക്കത് ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കും, ഡയറക്ടർക്ക് തന്നെ നേരിട്ട് ചോദിക്കും. എന്തെങ്കിലും കാരണവശാലും നമ്മളെ വിടാൻ പറ്റുമോ ചോദിച്ചാൽ അവര് നാളെ പറയാം, നോക്കിയിട്ട് പറയാന്ന് പറയും. ചിലപ്പോൾ പറയും ആ ചേട്ടൻ പോയിട്ട് ആ കുഴപ്പമില്ല, നമുക്ക് വേറെ സംഭവം ഉണ്ട് എടുക്കാന്ന് പറയും. അപ്പൊ ഞാൻ പോവും. അങ്ങനെ പോവും. അതുകൊണ്ട് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഏത് അവസരമായാലും. ഇത്തവണത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇത്തവണത്തെ ഓണവിശേഷം എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ കുറച്ചു ദിവസം പണിയില്ലായിരുന്നോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവന്റെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നതിന്റെ അല്ല, പണി ഉണ്ടെങ്കിലേ ഇത് വരൂലേ, അതാണ്. മറ്റേത് 1 മാസം ലീവ് എടുത്തിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടും. നമുക്കതല്ലല്ലോ, നമുക്ക് ജോലി തന്നെ കാശ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ. പിന്നെ മാത്രമല്ല, ചെയ്ത 1-2 വർക്കിന്റെ കാശ് വന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ചൊന്ന് ടൈറ്റ് ആയി പോയി. പക്ഷെ കാണാൻ പറ്റും, ഓണം ഉണ്ണണമെന്നാണ്. ഓണമൊക്കെ ആഘോഷിക്കും, അത് വേറെ കാര്യം. എന്തെങ്കിലും പ്രോഗ്രാംസുകൾ ഉണ്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട്? ഓണമായിട്ട് പ്രോഗ്രാം ഉണ്ട്, പക്ഷെ അത് ഓണം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരു അറ്റ് പ്രസന്റ് ഒരു പ്രോഗ്രാമിന് കൺഫേം ആയിട്ട് വിളിച്ചിരിക്കുന്നത് ബഹ്റിനിൽ നിന്നാണ്. അപ്പൊ ഞാൻ അവരുടെ ഓണാഘോഷത്തിന് വേണ്ടി പോകുന്നുണ്ട്. അതല്ലാതെ ഓണം ഇവിടെ 1-2 ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഓണത്തിന്റെ അടുത്ത ദിവസവും അടുത്തതിന്റെ അടുത്ത ദിവസവും കേട്ടൊക്കെ. അപ്പൊ അത് ഷൂട്ടിങ് ചിലപ്പോ ഒരു ഷൂട്ടിങ് വരും. നേരത്തെ ചെയ്തുകൊണ്ട് ഞാനിപ്പം ഈ നെവിൻ പോളിയുടെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ദിവസം വർക്ക് ബാക്കിയുണ്ട്. അതല്ലാതെ ഒരു വർക്ക് തുടങ്ങേണ്ട ഒരു വർക്ക് ചിലപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ പോകണ്ട. ഞാൻ അവരടുത്ത് പറഞ്ഞു, വർക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് പോവും, കാണൂല എന്ന് പറഞ്ഞു. പക്ഷെ ബഹ്റിനിൽ ഇപ്പൊ അങ്ങനെ പറയാക്കൂല. നമ്മൾ വിസയൊക്കെ കിട്ടി ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയാക്കൂല. അപ്പൊ ആ സമയത്ത് വർക്ക് വരികയാണെങ്കിൽ അത് അടുത്ത മാസം അവസാനമല്ല. അപ്പം ആ സമയത്ത് വർക്കുണ്ട്. ഞാൻ ഒരു ഡേറ്റ് തന്നില്ല. തരുമ്പോൾ ഞാൻ പറയും ഇന്ന ദിവസം ഞാൻ 2-3 ദിവസം കാണൂല എന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പോണു. അപ്പൊ ഇപ്രാവശ്യം ഈ ഫ്ലാറ്റിൽ തന്നെയാണ് ഓണാഘോഷം? ഓണം എല്ലാ പ്രാവശ്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. അപ്പം ഫ്ലാറ്റിൽ തന്നെയാണ്.
പിന്നെ ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല. പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വീട്ടില് ഒന്ന് വേലയ്ക്ക് ആളുണ്ട്, അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അത് നടക്കില്ല. അപ്പൊ ഉണ്ട് നമ്മള് എന്താ ഇഷ്ട വിഭവം എന്താണ്? അല്ല, സദ്യ എല്ലാം ഇഷ്ടം തന്നെ. അത് ഇഷ്ടപ്പെടാത്ത ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് എല്ലാ സാധനവും കഴിക്കും. പൊതുവെ ഈ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണോ? ഒരു കോൺട്രവേഴ്സി, രാഷ്ട്രീയം, ഇതൊന്നും എനിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ടാണ് അധികം തെറിവിളിയാക്കാതെ പോണത്. ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാലും ആളുകളുടെ മനസ്സിലുള്ള കാര്യം വെളിയിൽ റിയാക്ട് ചെയ്ത് നമ്മളെ ചെവിയിൽ എത്തുമ്പോ തന്നെ 5 കൊല്ലം കഴിയും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞു നാക്കെടുക്കുന്നതിന് മുമ്പേ ഇതിൽ കൂടെ വരും ഐറ്റം തെറി. മനസ്സിലല്ലേ? എന്തിനു വഴിയെ പോണ വയ്യാവയിലെടുത്ത് തല വയ്ക്കണേ. എന്നാൽ പോലും എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഈ ഇപ്പൊ തന്നെ നിങ്ങളുടെ തന്നെ ഇപ്പൊ എടുക്കണു, ഇതിനകത്തുനിന്ന് പല സാധനമായിട്ട് കട്ട് ചെയ്ത്, അപ്പൊ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പിടിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ അയാൾ റിയാക്ട് ചെയ്യും. അപ്പൊ റിയാക്ട് ചെയ്യുന്നത് ചിലര് ഡീസെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും, ചിലര് വളരെ ഇൻഡീസെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കാനുള്ള ഒരു, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ അത് കേട്ടേ വെക്കുള്ളൂ, വേറെ മാർഗമില്ല. അതിപ്പോ ആരെയാണ്, മോഹൻലാലായാലും മമ്മൂട്ടിയായാലും എല്ലാവരും ഈ വിമർശനം നല്ലത് തന്നെയാണ്, ആരുമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് പറയട്ടെ, കേൾക്കാം, അത്രേ ഉള്ളൂ. ആരെല്ലാം നല്ല പറഞ്ഞു. ഇപ്പൊ തന്നെ സിനിമയുടെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടുപേര് ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ അങ്ങനെ ഒരു അഭിപ്രായം. ഞാൻ ഇപ്പൊ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പോയി പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തുകാരന്റെ ജാടയാണ്, ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ തോളിൽ കുറെ തട്ടൊക്കെ തട്ടി. ഞാൻ ഒന്നും പറഞ്ഞില്ല, തട്ടിയിട്ടു. അപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്റെ അനീതി ഉണ്ടായിരുന്നു. അവരൊക്കെ വെച്ച് ആര് ചേട്ടാ ചുമ്മാ തട്ട. ഞാൻ പറഞ്ഞു പോട്ടെ, ആയിക്കോട്ടെ, നമുക്ക് എന്താ, അയാൾക്ക് സന്തോഷമാക്കിയാലും പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്ത് അവന്മാരത് കാണിച്ചപ്പോ അതിന്റെ കമന്റ്സ് മുഴുവൻ എന്നെ ഓരോരുത്തരും ഇങ്ങനെ അയക്കുക കമന്റ്സ്. അവനെ തെറി വിളിച്ച് പണ്ടാരോടൊക്കെ, നീ ആരാടാ ഇയാളെ തട്ടാൻ? അതെന്ന് ചോദിച്ചു. മറ്റേ മറിച്ചല്ലേ. അപ്പൊ കുറെ ആൾക്കാർ ചേട്ടൻ അവനെ അടി കൊടുത്തുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ പറഞ്ഞ ജനങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിച്ചുള്ള, ഞാൻ അവനെ തിരിച്ച് ഇങ്ങനെ തൊട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ ജനം എന്നെ തെറി വിളിച്ചാണ്. അവൻ ഒരു പാവം വ്ളോഗർ അല്ലേ, അവനെ തൊടാൻ താ അരുവ, താ വലിയ സിനിമ കാണാനാണ് കൊമ്പത്തെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വരി എന്നെ തെറി വിളിച്ചാണ്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ മിണ്ടാതെ നിൽക്കുക. പറയണവൻ പറഞ്ഞോണ്ട് പോട്ട്, ചെയ്യണവൻ ചെയ്യണ്ടോട്ട്, അത്രയൊക്കെ ഉള്ളൂ. കാരണത്ത് പോകുമ്പോഴും ഇതുപോലെ ഒരിക്കൽ വളരെ തെറ്റായ രീതിയിൽ ബൈക്ക് ഓടിച്ച് എന്റെ കാറിൽ വന്ന് ഇടിക്കാൻ പോയി. ആ സമയത്ത് എനിക്ക് കൺട്രോൾ പോയി. ഞാൻ ഗ്ലാസ് കാത്തവനെ ശരിക്കും തെറി പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞ് ഞാനും പോയി, അവനും പോയി. പക്ഷെ ഇവൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു തന്നെ അനിയനായിരുന്നു. പിന്നെ അവന്മാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പൊ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഇവന്റെ അനിയൻ. ഞാൻ പറഞ്ഞു, നടനാ എനിക്കറിയില്ലായിരുന്നു നിന്റെ അനിയനാണുള്ളത്. എന്നാലും നമുക്ക് നന്നായിട്ട് അറിയില്ല ഇവൻ ഇത്രയും തെറി വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ആ സമയത്ത് എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ അവനെ അടി കൊടുത്താനോ അവിടെ വെച്ചു. അവൻ അങ്ങനെയാണ് ബൈക്ക് ഓടിച്ചു വന്നത്. എന്തായാലും സാരമില്ല പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അനിയ സോറി കേട്ടോ, വിട്ടാരെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ സംഭവം തോന്നുന്നു. അപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഷാജി എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട്. അവൻ പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങളിൽ കൂടെ എല്ലാം മുമ്പിൽ വരും, പക്ഷെ താൻ ഒരു സിനിമ നടനാണ്, അതുകൊണ്ട് വാ തുറക്കരുത്, മിണ്ടി പോകരുത്, പ്രശ്നം ഉണ്ടെങ്കിൽ മിണ്ടരുത്. അങ്ങനെ അത്ര ദേഷ്യം ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കി താൻ തന്നെ തെറി വിളിച്ചു. അല്ലാതെ ഗ്ലാസ് തുറന്ന് തെറി വിളിക്കുക, പബ്ലിക്കിൽ ഇറങ്ങി തെറി വിളിക്കുക, ബഹളം ഉണ്ടാക്കുക. നമ്മൾ കാണുന്നതാണ്. ഓരോ ചില ആർട്ടിസ്റ്റുകളൊക്കെ റിയാക്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അവർ ആ സമയത്ത് അവരുടെ മൂഡ് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണുന്നത് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അവരെന്ത് പോക്കത്തിലാണ് കാണിക്കുന്നത്. കാര്യം എപ്പോഴും സെലിബ്രിറ്റി അല്ലെ ഒരു പൊളിറ്റീഷ്യനെ ടാർഗറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഒരു സാധാരണക്കാരനെ ഒരിക്കലും പറയില്ല. ഇപ്പൊ എന്റെ വണ്ടിയിൽ ഒരാൾ വന്ന് ഇടിച്ചാലും കണ്ടോണ്ടിരിക്കണം പറയും, പിന്നെ സിനിമാക്കാരൻ അവനായിരിക്കും കുഴപ്പക്കാരൻ എന്ന് പറയും. അവൻ കണ്ടുപോലും കാണൂല, എന്നാലും കുറ്റം എന്റെ തലയിലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് മിണ്ടായിരുന്ന ആദ്യം. അവൻ ചീത്ത വിളിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ചീത്ത വിളി, അവനെ ചീത്ത വിളിക്കാതെ. അത്ര ദേഷ്യം ഉണ്ടെങ്കിൽ ഗ്ലാസ് അടച്ചിട്ടിട്ട് എത്ര വേണമെങ്കിൽ തെറി വിളിച്ചു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതുപോലെ വരുമ്പോ എനിക്ക് ഉടൻ തന്നെ, കാര്യം ഇപ്പൊ നമ്മളിപ്പോ റോഡിൽ പോകുമ്പോ തന്നെ ഒരു വലിയ ശതമാനം ആൾക്കാർ യാതൊരു മര്യാദ ഇല്ലാതെ വണ്ടി ഓട്ടിക്കുന്നത്. അതായത് സ്റ്റിയറിംഗ് പിടിക്കാൻ, ഹാൻഡിൽ പിടിക്കാനും അറിയാം, ആക്സിലേറ്റർ കൊടുക്കാറിയാം, ബ്രേക്ക് പിടിക്കാൻ അറിയാതെ ഒരു ലൈൻ ട്രാഫിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ സിഗ്നൽ വയലേഷനും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ ഇതൊക്കെ പാലിച്ചു പോകാൻ ശ്രമിക്കും. അപ്പൊ ഇത്തരം ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് BP കയറും, അല്ലെങ്കിൽ BP ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഷൂട്ടിങ്ങിന് പോവുകയും അല്ലെന്നുണ്ടെങ്കിൽ ലോങ് ജേർണി പോകുമ്പോഴൊക്കെ ശരി ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ ആ പരിപാടി നിർത്തി ബാക്കിലാണ് ഇരിക്കുന്നത്. കാര്യം കാണണ്ടല്ലോ ഇതൊന്നും. ഈ ഒന്നാമത്തെ റോഡ് കാണാൻ താല്പര്യമില്ല.
കാര്യം ഇപ്പം തിരുവനന്തപുരം നിന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ 7 മണിക്കൂർ വേണം. അതുകൊണ്ട് ഇതൊന്നും കാണണ്ടല്ലോ, വെറുതെ പുറകിൽ കണ്ണടച്ചിരുന്ന ആദ്യം ഞാൻ ഇപ്പൊ പുറകിലിരിക്കുള്ളൂ. പിന്നെ ഇത്തരം ബൈക്കുകാർ ഓടിക്കുന്ന ആൾക്കാർ ബൈക്കൊക്കെ വന്ന് നേരെ ഇങ്ങനെ കണ്ടിട്ട് ഫ്രണ്ടിൽ വരും, നേരെ ഫ്രണ്ടിൽ വരും. അങ്ങനെ പോകണം, അങ്ങനെ പോകും, അത് പോകില്ല. ഓവർടേക്ക് ഇടത് സൈഡിൽ കൂടെ ഓവർടേക്കിട്ട് നേരെ ഫ്രണ്ടിൽ വരും. അത് നമ്മളൊരു സെക്കൻഡ് ആക്സിലേറ്റർ കൊടുത്ത് അവൻ ഇടിക്കും. അപ്പൊ തന്നെ ഇടിച്ചാൽ ഞാൻ കത്തുപോകും ആ സെക്കൻഡിൽ. കാര്യം ഒന്നാമത് സിനിമയാണ്, രണ്ടാമത് പുറയുന്നുകൊണ്ട് ഇടിച്ചു. ഇത്തരം നാട്ടുകാർ മുഴുവൻ നമ്മളെ കൈവയ്ക്കും. അതുകൊണ്ട് ഇതെല്ലാം പ്രശ്നമാണ്. ഓടിക്കുമ്പം അങ്ങ് ഓടിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് പുറയിൽ യാത്ര ചെയ്യുക.